ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഇന്നെനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ ക്യാൻറ്റീനും കാണിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 3 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഈ ഷട്ടിൽ ബസ്സിലാണ് പോണത്. ഇതിൽ ചാർജ് വന്നതെന്ന് പറഞ്ഞാൽ €1 ഒരു ട്രിപ്പിന് കോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകണം ഗൈസ്. ക്ലാസ് ഇന്ന് ജനറൽ ക്ലാസ്സാണ്. ഞാൻ ഇവിടെ PhD ആണ് ചെയ്യണത്. PGക്കാർക്കും ഉണ്ട് ക്ലാസ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മാത്രമല്ല, ചൈനീസ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സാണ്. കാലത്ത് 8 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്ലാസ്. അതിൻ്റെ ഇടയിൽ ഓരോ അവർ കഴിയുമ്പോഴും 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുകയാണ് ഗൈസ്. ഇനി നമുക്ക് തിരിച്ച് റൂമിൽ പോവാം. റൂമിൽ പോയിട്ട് ഞാൻ വിചാരിക്കണം കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാമെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ക്യാൻറ്റീൻ കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ ക്യാൻറ്റീൻ. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡോമെട്രിയുടെ അടുത്തുള്ള ക്യാൻറ്റീനാണ്. ഇവിടെ 3-4 ക്യാൻറ്റീനുണ്ട്. പല ക്യാൻറ്റീനിലും പല ടൈപ്പ് ഓഫ് ഫുഡാണ്. ഇവിടെ നമുക്ക് പല കൗണ്ടറുണ്ട്. പല കൗണ്ടറിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡായിരിക്കും. ഇപ്പോൾ നൂഡിൽസ്, വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവർ കുക്ക് ചെയ്ത് തരും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓൾറെഡി കുക്ക് ചെയ്ത ഫുഡ് നമുക്ക് സെലക്ട് ചെയ്ത് റൈസിൻ്റെ ഒപ്പം ആഡ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്, നൂഡിൽസിൻ്റെ ഒപ്പം ആഡ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പല ടൈപ്പ് ഉണ്ട്. ഞാൻ ഇന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് 8ാമത്തെ കൗണ്ടറിൽ ഒരു റൈസിൻ്റെ മിക്സ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് കഴിക്കാമെന്ന് വിചാരിക്കണം. ഈ ഫുഡൊക്കെ റൈസിൻ്റെ ഒപ്പം കഴിക്കുന്ന സൈഡ് ഡിഷുകളാണ്. പിന്നെ നമുക്ക് പറയുന്നതനുസരിച്ച് വേണമെങ്കിൽ നൂഡിൽസിൽ പല ഫ്ലേവറുകൾ ആഡ് ചെയ്തിട്ട് അങ്ങനെ പല വെറൈറ്റി ഓഫ് ഫുഡുണ്ട്. ഇതാണ് നൂഡിൽസിൻ്റെ സെക്ഷൻ. ഓരോ സെക്ഷനിലും ഓരോ ടൈപ്പ് ഓഫ് ഫുഡായിരിക്കും. കണ്ട ഈ കുട്ടി റൈസ് എടുക്കണണ്ട. റൈസിന് എനിക്ക് തോന്നുന്നു, റൈസ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. റൈസ് മാത്രം വാങ്ങുമ്പോൾ അത്ര റേറ്റ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. രണ്ടും കൂടി വാങ്ങുമ്പോൾ ഒരു മീലിന് ഏകദേശം എന്താ പറയുക 15 യുവാനൊക്കെ ആവും. ഞാൻ റൈസും പിന്നെ പൊട്ടറ്റോ കറി പിന്നെ ചിക്കൻ പിന്നെ ഒരു ഓംലെറ്റുള്ള ഒരു കോംബോ പോലത്തെയാണ് പറഞ്ഞേക്കണേ. ഇതിലാണ് നമ്മൾ പേ ചെയ്യണത്. എൻ്റെ മീലിൽ 13 യുവാനായി. ഞാനത് പേ ചെയ്തു. ഇതേപോലെയൊക്കെ ഇരിക്കും. പക്ഷേ ഇതല്ല, ഇതാരോ ഓർഡർ ചെയ്ത് വെച്ചിട്ടാണ് തോന്നണം. ഇതേപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ പുള്ളിക്കാരത്തി നമുക്കൊരു ബില്ല് തരും. അത് ആ ഓർഡർ ആകുമ്പോൾ വിളിക്കും. അപ്പോൾ നമ്മൾ ചെന്നാൽ മതി. ഈ ഒരു സെക്ഷൻ കുഴപ്പമില്ല. ഇവിടെ കൂടുതലും ഫ്രൈഡ് ചിക്കൻ്റെ എന്താ പറയുക ഓപ്ഷൻസാണുള്ളത്. ബർഗേഴ്സ്, കോള അങ്ങനത്തെ ടൈപ്പുകളൊക്കെ. പിന്നെ ടേബിളും ചെയറൊക്കെ അപ്പുറത്താണ്. ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓർഡർ കിട്ടിക്കഴിയുമ്പോൾ അപ്പുറത്തേക്ക് പോയിട്ട് നമുക്ക് കഴിക്കാം. ഡൈനിങ് ഏരിയ അപ്പുറത്താണ്. ഇതേപോലെ ഈ ക്യാൻറ്റീനിൽ തന്നെ എന്താ പറയുക താഴത്തിന് 2 ഫ്ലോർ കൂടി ഉണ്ട്. അവിടെയും വേറെ ടൈപ്പ് ഓഫ് ഫുഡ്സാണ് കിട്ടുക. സെയിം അല്ല, റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ വരാറില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ ഫുഡായി ഗൈസ്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്. നമുക്ക് ഇവിടെ എല്ലാവരും ചോപ്സ്റ്റിക്സ് ആയിട്ടാണ് കഴിക്കുക. ചോറ് ചോപ്സ്റ്റിക്ക് വെച്ചിട്ട് കഴിക്കാൻ പാകത്തിന് അത്രയും ഞാൻ ചോപ്സ്റ്റിക്ക് ഉപയോഗിക്കാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് റൈസ് കഴിക്കാൻ എനിക്ക് ചോപ്സ്റ്റിക്കിൻ്റെ ആവശ്യം വരും. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ചോപ്സ്റ്റിക്ക് കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. ഇതിൽ ഫ്രൈഡ് ചിക്കനും അതേപോലെ തന്നെ ഒരു ഓംലെറ്റ് പിന്നെ ഒരു പൊട്ടറ്റോയുടെ കറി, ഇത്രയാണ് വരുന്നത്. കുഴപ്പമില്ല ഗൈസ്, നല്ല ടേസ്റ്റുള്ളൊരു മീലായിരുന്നു. കണ്ട ഒരു പൊട്ടറ്റോയുടെ കറിയുണ്ട്. പിന്നെ എന്താ പറയുക ക്യാരറ്റിൻ്റെ ഒരു പിക്കിളാണ് സൈഡിലുള്ളത്. അത് ക്യാരറ്റ് ഉപ്പിലിട്ട ടൈപ്പ്.
ഞാൻ മുഴുവൻ കഴിച്ചതല്ല സത്യം പറഞ്ഞാൽ. ഞാൻ കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും വയറ് നിറഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കി പാഴ്സൽ ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് റൂമിൽ പോയിട്ട് ബാക്കി കഴിക്കാമല്ലോ. കണ്ടോ, ഇത് വേറൊരു സെക്ഷനാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഹോട്ട് പോട്ടാന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ കയറിയിട്ടില്ല. ഇവിടെ കയറണം എന്നാഗ്രഹമുണ്ട്, ഒരു ദിവസം കയറാം. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ പ്ലേറ്റ് നമ്മൾ കൊണ്ടുപോയിട്ട് തിരിച്ചു വയ്ക്കണം. വേസ്റ്റ് കളഞ്ഞിട്ട് പ്ലേറ്റ് തിരിച്ചു വയ്ക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ഫ്ലോറിൽ പോകാം. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ സൂപ്പർ മാർക്കറ്റും ഉണ്ട്. ഇതിൻ്റെ അകത്ത് അതേപോലെ തന്നെ എന്താ പറയുക, ഒരു ഫ്രൂട്ട്സ് കടയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്, പഴം എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇതാണ് ഫ്രൂട്ട്സ് കട. കുഴപ്പമില്ലാത്ത റേറ്റ്. ഈ ചേട്ടനാണ് ഫ്രൂട്ട്സ് കടയിലെ ചേട്ടൻ. ഇവിടെ അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സും കിട്ടും. ഇവിടെ മാത്രമല്ല കേട്ടോ, പുറത്തും കടകളുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ഞാനിവിടെ നിന്ന് വാങ്ങണമെന്നുള്ളൂ. പുറത്തേക്ക് നമുക്ക് ഇറങ്ങിയാൽ ഇതിലും റേറ്റ് കുറച്ച് നമുക്ക് കിട്ടുന്ന കടകളുണ്ട്. ഞാൻ 2 പഴമാണ് വാങ്ങാമെന്ന് വിചാരിക്കണേ. 2 പഴമായിട്ട് ഇവിടെ നിന്ന് ആരും വാങ്ങാറില്ല എന്ന് തോന്നുന്നു. ഞാൻ 2 പഴം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പിന്നെയും ചോദിച്ചു, 2 തന്നെയാണോ? പിന്നെ 2 പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി. ഇനി അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഞാൻ 2 ബുക്ക് വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് കാണിച്ചു തരാം. ബുക്കിൻ്റെ സെക്ഷൻ ഇവിടെ അല്ല, അപ്പുറത്താണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, ബുക്കിൻ്റെ സെക്ഷൻ എത്തി. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ബുക്കൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമുക്കത് എന്താ പറയുക, എഴുതാൻ തോന്നില്ല, എടുത്തു വെക്കാനാണ് തോന്നുന്നത്. എനിക്ക് നല്ല ഭംഗിയാണ് ബുക്കൊക്കെ കാണാൻ. കണ്ട എന്ത് രസമാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ബുക്കൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കൊള്ളാം. കണ്ട ഓരോന്നും ഓരോ ടൈപ്പാണ്. പേജൊക്കെ ഏകദേശം സെയിമാണ്. പിന്നെ വരയ്ക്കണ ടൈപ്പ് ബുക്കുകൾ വേറെ ഉണ്ട്. ഇതൊക്കെ എഴുതുന്ന ടൈപ്പ് തന്നെ. ഇത് കുഴപ്പമില്ല, ഇത് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വില കുഴപ്പമില്ല. കഴിഞ്ഞ വട്ടം ഞാൻ വാങ്ങിയ ബുക്ക്, കഴിഞ്ഞ വട്ടം ഞാൻ ഇവിടെ തന്നെ വാങ്ങിയത്, പക്ഷെ അതിനേക്കാളും പേജുണ്ട്, വിലയും വലിയ കുഴപ്പമില്ല. ഇത് ഒരു ബുക്കിന് എനിക്ക് തോന്നുന്നു 5 എന്നാണ് എഴുതിയേക്കണേ. നോക്കാൻ കുഴപ്പമില്ല. കഴിഞ്ഞ വട്ടം ഞാൻ വാങ്ങിയ ബുക്ക് കാണിച്ചു തരാം. ഇതാണ് കഴിഞ്ഞ വട്ടം വാങ്ങിയത്. പക്ഷേ ഇതിനേക്കാളും എന്താ പറയുക, പേജുണ്ട് മറ്റേതിന്. ഇതിന് 450, ഇതിന് 5. അപ്പോൾ ഇതാണ് ബെറ്റർ. ഇതെടുക്കാം. ഒരു ബുക്ക് കൂടി എടുക്കാം ഗൈസ്. എന്തായാലും ഇനി പിന്നെ ഇടയ്ക്ക് വരണ്ടല്ലോ. 3 എടുത്തേക്കാം. ഇവിടെ മറ്റേ ലേസൊക്കെ കുറേ ഫ്ലേവറുണ്ട്, പല ടൈപ്പ് ഓഫ് ഫ്ലേവറുണ്ട്. പക്ഷേ നോക്കിയെടുത്തില്ലെങ്കിൽ പണി വാളുമെന്ന് പറയല്ലേ, അതേപോലെയാണ്. നല്ലതല്ലാണ്ട് എന്താ പറയുക, പാളാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം, ഒരു നീല, ചുവപ്പ, പച്ച അങ്ങനെയുള്ളൂ. അത് നമ്മൾ ഓൾറെഡി കഴിച്ചോണ്ട് അറിയും. ഇത് പക്ഷേ നോക്കാതെ എടുത്തില്ലെങ്കിൽ നല്ല വെളിച്ച ടേസ്റ്റായിരിക്കും. ഇത് മറ്റേ മിററാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയുണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തെന്നുള്ളൂ. വാങ്ങിയില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിച്ചതാണ്. ഓക്കെ, നമുക്ക് ബുക്ക് എടുത്തിട്ട് പോവാം ഗൈസ്. ഇവിടെ ബില്ല് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആലിപ്പേയും വീചാറ്റുമാണ് മെയിനായിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻസ്. അപ്പോൾ അതിൽ നമുക്ക് ആലിപ്പേയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ
കൈ തന്നെ വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഫോണിൽ നമ്മുടെക്ക് QR കാണിച്ചിട്ടാണ് പേ ചെയ്യുക. ഓക്കെ, അങ്ങനെ പേ ചെയ്ത് ഞാൻ ഇറങ്ങി. ഇത് ഈ മുകളിലത്തെ ഫ്ലോറിനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡൈനിങ് ഏരിയയും ഈ ഫ്ലോറിലുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ഫ്ലോറും കൂടി ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ നിന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഓരോന്ന് പതുക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, പതുക്കെ ട്രൈ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡോമിൻ്റെ അടുത്തുനിന്ന് എനിക്ക് എളുപ്പം ഈ ക്യാൻറ്റീനാണ്. എൻ്റെ ഡോമിൻ്റെ 2 സെക്ഷൻ അപ്പുറത്താണ് ഈ ക്യാൻറ്റീൻ. കയറി വരുമ്പോൾ, അതായത് യൂണിവേഴ്സിറ്റിയുടെ അവിടെ നിന്ന് കയറി വരുമ്പോൾ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. അത് നല്ല വലിയ ക്യാൻറ്റീനാണ്. അവിടെയും ഫുഡ് വലിയ കുഴപ്പമില്ല. ഇവിടെ എന്താ പറയുക, ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ടേസ്റ്റും ചിലപ്പോൾ നമുക്ക് ഇഷ്ടമാവണമെന്നില്ല. കാരണം നമ്മുടെ എന്താ പറയുക, ഒരു ഫ്ലേവറും ടേസ്റ്റും ഒന്നായിരിക്കില്ലല്ലോ എല്ലാത്തിനും. ഇവരുടേതായിട്ടുള്ള റോ ടേസ്റ്റ്, അതായത് കൂടുതൽ സോസ് അങ്ങനെയുള്ള ഫുഡൊക്കെ ആണെങ്കിൽ നമുക്കത് അത്ര അവിടെ ഇഷ്ടാവില്ല. അത് പ്രശ്നം. ഇതിപ്പോൾ ഈ കണ്ടില്ലേ, ഇത് 16ാമത്തെ ബ്ലോക്കാണ്. 17ാമത്തെ ബ്ലോക്കാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഡോമെട്രി. ആക്ച്വലി ഞാൻ ഇവിടെ എന്താ പറയുക, PhD ആണ് ചെയ്യണത്. PhD പ്രോഗ്രാമാണ് ചെയ്യണത്. ഞാൻ ഇവിടെ വന്നിട്ടിപ്പോൾ 2 ആഴ്ച ആവണുള്ളൂ. ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തന്നെയുള്ളൂ. ഇന്ന് ആക്ച്വലി എൻ്റെ 2ാമത്തെ ക്ലാസ്സായിരുന്നു. ഇത് ഞങ്ങൾ ഡോമിലേക്ക് തിരിച്ചു പോണ വഴിയാണ് ഗൈസ്. ഇവിടെ കണ്ടില്ലേ, മുടിവെട്ടുകടയുണ്ട്. പിന്നെ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. ഈ സൂപ്പർ മാർക്കറ്റ് കൊള്ളാം. ഇവിടെ ഒരു വെറൈറ്റി സാധനങ്ങളുണ്ട്. ഞാൻ അടുത്ത വട്ടം നിങ്ങൾക്കത് കാണിച്ചു തരാം. നല്ല രസമാട്ടോ ഈ സൂപ്പർ മാർക്കറ്റ്. നല്ല സാധനങ്ങളുണ്ട്. കുഴപ്പമില്ലാത്ത സൂപ്പർ മാർക്കറ്റാണ്. അടുത്തോട്ട് ഞാനത് കാട്ടിത്തരാം. ഓക്കെ, ഞാൻ എൻ്റെ ഡോമെത്തി ഗൈസ്. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ റൂമെത്തി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്, സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.